ചില ആളുകളൊക്കെ സംശയമായി ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ ഇനി മുതൽ കൊന്ത ചെല്ലുന്നത് അവസാനിപ്പിക്കണമോ? ഇത്രയും വർഷങ്ങൾ ജപമാലയിൽ ചൊല്ലിയതൊക്കെ തെറ്റായിരുന്നോ? എന്താണ് മാത്തർ പോപ്പുളി ഫെദേലി എന്ന രേഖ വിശ്വാസികളുടെ സമൂഹത്തോട് പറയുന്നത്? ആദ്യമായി ആ രേഖ പരിശുദ്ധ കന്യകാമറിയത്തെ എന്തെല്ലാം വിളിക്കരുത് എന്നല്ല പറയുന്നത്, മറിച്ച് എങ്ങനെ അവളെ ശരിയായി അഭിസംബോധന ചെയ്യണമെന്നുള്ളതാണ്. ആ രേഖയുടെ തലക്കെട്ടിൽ തന്നെ എല്ലാ തലമുറയിലുമുള്ള മിശിഹായിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധ കന്യകാമറിയത്തെ എങ്ങനെ വിളിക്കണമെന്ന് കൃത്യമായി പറയാണ് മാത്തർ പോപ്പുളി ഫെദേലി. വിശ്വാസികളായ ദൈവജനത്തിൻ്റെ അമ്മ, അതാണ് സഭയിൽ അവളുടെ സ്ഥാനം. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പ്രബോധന രേഖ ഒരിക്കലും മരിയ ഭക്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതല്ല, ശരിയായ മരിയ ഭക്തിയിലേക്ക് ഈ ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മരിയ വിജ്ഞാനീയം, ദൈവമാതാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപിതാക്കന്മാരുടെ പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ 4 സുപ്രധാനമായ വിശ്വാസത്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. ആദിമസഭയിലെ പിതാക്കന്മാർ 4 വാക്കുകളിലൂടെയാണ് അത് വിശേഷിപ്പിച്ചത്. ആദ്യത്തേത് തെയോത്തോക്കോസ് അഥവാ ദൈവമാതാവ്, രണ്ടാമത്തെ പദം എയ്പ്പർത്തനോസ് അഥവാ നിത്യകന്യക, മൂന്നാമത്തെ പദം പനഗിയ അഥവാ അമലോത്ഭവ, നാലാമത്തെ പദം കോയ്മോസിസ് അഥവാ സ്വർഗാരൂപിത. ഈ 4 സത്യങ്ങളാണ് സഭയിൽ മാറ്റമില്ലാത്ത മറിയൻ വിജ്ഞാനീയത്തിലെ വിശ്വാസത്യങ്ങൾ. ഇനി മാത്തർ പോപ്പുളി ഫെദേലി എന്ന് പറയുന്ന ഈ പ്രബോധന രേഖ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട പദങ്ങളാണ് മീഡിയാട്രിക്സ്, കോറെഡംട്രിക്സ്. സഹരക്ഷകയും സഹമധ്യസ്ഥയും എന്ന് പറയുന്ന 2 പദങ്ങളാണ്. ഈ 2 പദങ്ങളും ഒരിക്കലും കത്തോലിക്കാ സഭയുടെ മരിയൻ വിജ്ഞാനീയത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. ആദിമസഭയിലോ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലോ പാരമ്പര്യത്തിലോ ഇല്ലാത്ത 2 പദങ്ങളാണിത്.